ആകാശം വിശാലമാ, ഭയങ്കര വിശാലമാ. പക്ഷെ പ്ലെയിൻ എല്ലായിടത്തൂടെ വിടുകയല്ല, അതിന് റൂട്ടുണ്ട്. ഇവിടെ സഭകൾ ധാരാളമുണ്ട്, കൂട്ടായ്മകൾ ഒത്തിരിയുണ്ട്, പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ അടിസ്ഥാനം തിരുവചനമാണ്. ഇതിന്റെ വ്യവസ്ഥയിൽ വേർപാട് പാലിക്കണം ദൈവമക്കൾ. അതുകൊണ്ട് ഒന്ന്, വേർപാട് പാലിച്ച് ജീവിക്കണം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കണം. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ആ വായിച്ച തിരുവചനത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെടുത്താണ് നമ്മൾ എടുത്ത് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. 18-ാമത്തെ വാക്യമാണല്ലോ കുറുവാക്യമായിട്ട് വായിച്ചത്. ഈ ഭാഗത്ത് പൗലോസ് ഒരു 6 കൂട്ടം കാര്യങ്ങൾ ഓർമ്മിക്കുക. ഈ 6 കൂട്ടം കാര്യം അത് വചനം കൊണ്ട് ആശ്വസിപ്പിച്ചോണം. ഇനി അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. 6 കൂട്ടം കാര്യത്തിൽ 1-ാമത്തെ കാര്യം, സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് ദുഃഖമുണ്ട്. അത് പ്രത്യാശയില്ലാത്തവരെ പോലെ അല്ല. നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ കടന്നു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. ഞാൻ പറയുന്ന കരയണമെന്നാ. ഭാര്യ മരിച്ചു, കരയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് മരിച്ചു, കരയുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല. മാതൃക യേശു. യേശുവിന് പ്രിയമായവൻ മരിച്ചപ്പോൾ കർത്താവും കരഞ്ഞല്ലോ. കരയുന്നതിന് പ്രമാണമുണ്ട്. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. യേശു കണ്ണുനീർ പൊഴിച്ചല്ലോ. സ്തോത്രം. ചില പാസ്റ്റർമാർ, ഞാൻ എന്നെ കൂടെ പ്രതിയാക്കാം, ചില പാസ്റ്റർമാർ പറയാ കരയരുത്. പണ്ടൊരു യൗവനക്കാരൻ മരിച്ചു, ഭാര്യ കരയുക. അപ്പൊ മെയിൻ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, മോളി കരയരുത്. ഞാൻ പറഞ്ഞ ഇങ്ങേരങ്ങ് അവര് കരയണ്ടേ? ഇവിടെ നല്ല യൗവനത്തിൽ മരിച്ചത്, അവർക്ക് സങ്കടമുണ്ട്, അവര് കരയണം. പിന്നെ മോളിയോട് കാര്യം പറയാം, കരയുന്നതിന് പ്രമാണമുണ്ട്. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. കണ്ണുനീര് പൊഴിയും, ദുഃഖമുണ്ട്. ക്ഷണത്തിലുള്ള വേർപാട് എല്ലാവർക്കും ദുഃഖമുളവാക്കും. പക്ഷേ പറഞ്ഞതിന്റെ ആശയം, ആ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുന്ന രീതിയിൽ ആലമുറ നിലവിളി ഉണ്ടാക്കരുത്. നമ്മുടെ പ്രത്യാശ എന്നേക്കുമായി നഷ്ടപ്പെടുകയല്ല, നമുക്കിനി കാണാമെന്നുള്ളൊരു പ്രത്യാശയുണ്ട്. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നബികം ഗമിച്ച ബിജൂതരെ, ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നബികം ഗമിച്ച ബിജൂതരെ, വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ ബിജോസ്തരെ, വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞ അരുണ തുല്യമദ്യുതി വിളങ്ങിടും പല പല പ്രിയമുഖങ്ങളെ, അരുണ തുല്യമദ്യുതി വിളങ്ങിടും പല പല പ്രിയമുഖങ്ങളെ, കാണും ഞാനൻ മോക്ഷപുരേ ആദൻ ചാരേ ജാലേമ്പുരേ അമ്മ കാണും. ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദം, ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളും. ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം സാനന്ദവും, ഇരവും പകലും. ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്കാലംബം, ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്കാലംബം കാണും. അപ്പൊ ശ്രദ്ധിക്കുക, 6 കാര്യം അവിടെ പൗലോസ് ഓർപ്പിക്കുക. ഈ 6 കാര്യം വചനപ്രകാരം അന്യോന്യം ആശ്വസിപ്പിക്കണം. ഒന്ന്, ദൈവമക്കളോട് പറയട്ടെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. നമുക്ക് ദുഃഖമുണ്ട്, പക്ഷേ അവന് ശ്രേഷ്ഠമേറിയ പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശയ്ക്ക് കൊടുത്തിട്ട് പ്രയോഗം ഇങ്ങനെ, ജീവനുള്ള പ്രത്യാശ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വേറൊരു ഭാഗത്ത് പൗലോസ് പറയാ, ഭാഗ്യകരമായ പ്രത്യാശ. ഈ പ്രത്യാശ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാട് പാലിച്ച് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഗ്രൂപ്പിനും ഈ പ്രത്യാശയില്ല. നമ്മുടെ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശയാണ്. അപ്പൊ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കണം. അപ്പൊ പ്രത്യാശ ഉള്ളവർക്ക് ദുഃഖമുണ്ട്. അത് വളരെ പരിജ്ഞാനത്തോടെ. നിങ്ങൾക്ക് തിരുവചനം നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ സൂചന നന്നങ്ങ് പോകാം. ഭക്തനായ ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ തലമുറകൾ പലരും മരിച്ചു.
ബേർശേബയിൽ നിന്ന് ജനിച്ച കുഞ്ഞ് മരിച്ചു. പ്രത്യാശ ഉള്ളവരെ പോലെ ദുഃഖിക്കണം, ഇല്ലാത്തവരെ പോലെ ഇരിക്കേണ്ടതിന്. അതാ ദാവീദിനെ ബേർശേബയിൽ നിന്ന് ജനിച്ച കുഞ്ഞ് മരിച്ചു. കുഞ്ഞിനെ ദീനം കലശമായപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. പക്ഷേ ദൈവം കുഞ്ഞിനെ അങ്ങ് ചേർത്തു. ആ കുഞ്ഞ് മരിച്ചെന്ന് ഭൃത്യന്മാർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പുള്ളി എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രമെല്ലാം മാറി ഭക്ഷണമെല്ലാം കഴിച്ച് ബലപ്പെട്ട്. അപ്പോൾ ഭൃത്യന്മാർ പറഞ്ഞു, കൊച്ചു ദീനമായി കിടന്നപ്പോൾ ഭയങ്കര കണ്ണുനീരും പ്രാർത്ഥന. ഇപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഷേവും ഒക്കെ ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ എന്നെ സൂടിനൊക്കെ ഷേവ് ചെയ്തെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളു, കയറി ഉടക്കരുത്. അല്ല, നോട്ടം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി എന്ന് പറഞ്ഞ എല്ലാം നീറ്റായി ഭക്ഷണമൊക്കെ കഴിച്ച് ബലപ്പെട്ടു. അപ്പോൾ ദാവീദ് പറയുന്ന ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ഇതുപോലെ തന്റെ വേറൊരു മകനെ അബ്ശാലോം, അവൻ മരിച്ചു. അബ്ശാലോം മരിച്ചത് നിങ്ങൾക്കറിയാം. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം ഉണ്ടാക്കി അപ്പന്റെ കസേര അടിച്ചു മാറ്റി. ഇപ്പൊ കസേര അടിച്ചു മാറ്റുന്ന ഒരു കാലയളവിലാണല്ലോ അല്ലേ? അതുകൊണ്ട് മെയിൻ സഭയിലെ പാസ് വളരെ സൂക്ഷിച്ച് എങ്ങോട്ടേലും പോകുന്നു. ഒരുത്തരെ ഒന്ന് ഏൽപ്പിക്കാനൊക്കത്തില്ല. എന്നോടൊരു ഉപദേശം പറഞ്ഞതാ. ഞാൻ സ്ഥലപ്പേര് പറയുന്നില്ല, പുള്ളിയും ചിലപ്പോൾ ലൈവിൽ കാണും. തട്ടിയെടുത്തവനും ചിലപ്പോൾ ലൈവിൽ കാണും. അതുകൊണ്ട് സ്ഥലപ്പേര് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ ഇവിടുന്ന് കുമ്പനാട് വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സഭയടിച്ചുകൊണ്ട് മറ്റവൻ പോയെന്ന്. എല്ലാം കൂടെ ഒരു 23 കിലോമീറ്റർ കാണും. 23 കിലോമീറ്റർ പുള്ളിയെ ശുശ്രൂഷ ഏൽപ്പിച്ചേച്ച് പുള്ളി കുമ്പനാട്ട് വരെ പോയി. ഒരു കാര്യത്തിന് പോയതാ. ജോർജ് കുട്ടി ലീഡ് ചെയ്തോളാൻ പറഞ്ഞേച്ചു. പുള്ളി കുമ്പനാട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളി ചോദിച്ചു, എന്നെ ഇവിടെ എൻ്റെ സഭയാണ്. 23 കിലോമീറ്റർ പോയതേ ഉള്ളൂ. വിശ്വസിക്കാനൊക്കാത്ത കാലമാണ്. അപ്പൊ ഒരു കാര്യം, ഈ സൂത്രങ്ങൾ കാണിച്ച് തന്ത്രങ്ങൾ കാണിച്ച് അബ്ശാലോം കസേര കൈക്കലാക്കി. പക്ഷേ ദാവീദിനെ കൊന്നുകളയാൻ പദ്ധതി കിട്ട് അവൻ തന്ത്രമെല്ലാം കൂടെ മെനഞ്ഞു വന്ന് അബ്ശാലോമിന്റെ പക്ഷക്കാരുമായിട്ട് യാത്ര ചെയ്ത് ഒടുവിൽ യോവാബിന്റെ പക്ഷക്കാർ ഇവനെ കണ്ട് ഇവനെ ഈ തിങ്ങി നിൽക്കുന്ന കരിവേലകത്തിന്റെ ഇടയിൽ കൂടെ കോവർക്കരുതെ തെളിച്ചിങ്ങനെ ഓടിച്ചപ്പോൾ ഇവന്റെ മുടി കരിവേലകത്തിൽ കുരുങ്ങി. ഇവനെ അടിതൊട്ട് മുടി വരെ ഊനമൊന്നുമില്ലായിരുന്ന ആണ്ടുതോറും മുടി കത്തിരിക്ക് വന്ന അത് രാജ തൂക്കത്തിന് ശെക്കേലിന്റെ കണക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. മുടിയോട് ഇവന് വലിയ മമതയും താല്പര്യം. അത് കണ്ടിക്കുക. അത് മുടിയോട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ചിലർ മുടിക്കങ്ങ് ഭയങ്കര പ്രാധാന്യം. ഇത് കഴുകി വൃത്തിയാക്കിയൊക്കെ ഉണ്ട് നടക്കണ കണ്ടമാനം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. ചില എപ്പം നോക്കിയാലും ഇങ്ങനെ വയസ്സ് 78 കഴിഞ്ഞു. ഇപ്പൊ പാട്ടുകാരും ചിലര്, എല്ലാവരും അല്ല, മുടിയൊക്കെ വളർത്തിയ കൊച്ചുങ്ങളുണ്ട്, റബ്ബർ ബാൻഡ് ഇട്ടാ അവന് തടിക്കുമ്പോ ഇതിങ്ങനെ ചുണ്ടലയുടെ പുറകെ അനങ്ങും പോലെ അവനാണ് വർഷിപ്പ് ലീഡർ. കണ്ടമാനം മുടിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോ ഓർത്തോണം നീ കുരുങ്ങാറായെന്ന്. വെളുത്തതൊക്കെ കറുപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. നിനക്ക് മക്കളായി, കൊച്ചുമക്കളെ കെട്ടിക്കാറായി. തള്ള ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കേ. മനസ്സിലായോ? അബ്ശാലോം തിങ്ങി നിൽക്കുന്ന കരിവേലകത്തിന്റെ ഇടയിൽ കൂടെ കോപരത്തിൽ കഴുതയെ തെളിച്ചോടിച്ചു. ഇവന്റെ മുടി കരിവേലകത്തിൽ കുരുങ്ങി. കീഴെയുള്ള കോപരക്കഴുത ഓടിപ്പോയി ഇവനിങ്ങനെ തൂങ്ങി കിടക്കുക. അവൻ മുടിയിൽ ഇങ്ങനെ തൂങ്ങി അവൻ കിടന്നാടുക. നമ്മൾ പറയും വർഷിപ്പാണ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. ആരാ? അബ്ശാലോം. മുടി കിടന്ന് ഇങ്ങനെ ആടുക. അപ്പോൾ യോവാബിന്റെ പക്ഷക്കാർ വന്ന് കണ്ടേച്ച് പറഞ്ഞാൽ അവൻ മുടി തൂങ്ങി കിടന്നാടുക, ഭയങ്കര വർഷിപ്പാണ്. അപ്പോൾ യോവാബ് പറഞ്ഞ് അതിനെ തട്ടാൻ മേലായിരുന്നു. അപ്പോൾ പറഞ്ഞ് തട്ടാനറിയാൻ മേലായിട്ടല്ല, നമ്മൾ ഇറങ്ങിയപ്പോൾ ദാവീദ് പറഞ്ഞായിരുന്നല്ലോ, എന്നെ ഓർത്ത് അബ്ശാലോം കുമാരനോട് കനിവ് തോന്നണം. ഇടയ്ക്ക് കയറി പറയാം, ഇങ്ങനൊരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഇവിടെ ആയുസോടിരിക്കുന്നത്. ഒരു വർഷവും കൂടെ നിൽക്കട്ടെ. വെട്ടരുത്, ഫലം ഉണ്ടാകുമെന്ന് അറിയാം. അപ്പൊ ഇതുപോലെ കരുണയുള്ള, ആർദ്രതയുള്ള, അനുകമ്പയുള്ള ഒരു നല്ല പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ പിതാവിന്റെ ഹൃദയം, ഇത്രയും ശോഭകേട് ഉപദ്രവം ചെയ്തവനോടും പിതാവിന്റെ മനസ്സ് കണ്ടോ? എന്നെ ഓർത്ത്
അതുകൊണ്ട് അവൻ അപ്പൊ യോബാബ് പറഞ്ഞു, എനിക്ക് അങ്ങനെ വലിയ മമതയൊന്നും വിലയവനെ ഞാൻ തട്ടുമെന്ന് പറഞ്ഞു. യോബാബ് 10 പേരുമായിട്ട് 3 കുന്തം എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്ന് എബ്രഹാം വനത്തിൽ കരുവേലകത്ത് മുടി തൂങ്ങിക്കിടന്ന ആടനെ അബ്ശാലോമിന്റെ പള്ളയ്ക്ക് 3 കുന്തം കുത്തിക്കടത്തി 10 പേര് വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്ന് എന്റെ ഭാഷക എബ്രഹാം വനത്തിലെ കുഴിക്കകത്തവനെ തട്ടി. ഈ വാർത്ത ദാവീദ് അറിഞ്ഞു. അപ്പോൾ ദാവീദ് വാവിട്ട് നിലവിളിച്ചു, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ കുമാരാ എന്ന് പറഞ്ഞ് ദാവീദ് കണ്ടമാനം നിലവിളിച്ചു. ബേർശേബയിൽ നിന്ന് ജനിച്ച കുഞ്ഞ് മരിച്ചിട്ട് അങ്ങനെ നിലവിളിച്ചില്ല. എന്നാൽ അബ്ശാലോം ഇങ്ങനെ മരിച്ചപ്പോൾ ദാവീദ് നിലവിളിച്ച കാരണം പറയാ. എന്റെ ശൈലി പറയുക, വചനത്തിന്റെ കൂട്ടുപിടിച്ച ബേർശേബയിൽ നിന്ന് മരിച്ച കുഞ്ഞ് മരിച്ചപ്പോ ദാവീദിനറിയാ, ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ അവനെ കാണാൻ പോവുക. എന്നാൽ അബ്ശാലോം മരിച്ചപ്പോ മനസ്സിലായി, അവൻ പോയിടത്തോട്ട് ഞാൻ പോകത്തുമില്ല, ഞാൻ പോകുന്നിടത്ത് അവൻ വരത്തില്ല. അതുകൊണ്ട് ലാസ്റ്റ് കരച്ചില്ല, തീർത്ത്. അതുകൊണ്ട് മരണ വീട്ടിൽ കണ്ടമാനം നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പോകക്കേടുണ്ടാക്കി. കൂടെ കൂടെ ഭോഗാലസ്യവും വന്നു, വെള്ളവും കുടഞ്ഞ് ശുശ്രൂഷയ്ക്കും തടസ്സമുണ്ടായി. തങ്കമ്മ ഓർത്തോണം അബ്ശാലോം പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ദുഃഖമുണ്ട്, കണ്ണുനീരുണ്ടെങ്കിലും ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതെ പ്രത്യാശയോടെ ദുഃഖമുണ്ടെങ്കിലും അത് പ്രത്യാശയോടെ ആ ശുശ്രൂഷയിൽ സഹകരിച്ച് കണ്ണുനീർ ചിലപ്പം പടപെടാൻ ഒടുകുന്നുണ്ടായിരിക്കും ദുഃഖം കൊണ്ട്. എന്നാൽ ആ പ്രത്യാശയോടിരിക്കുന്ന ദൈവവൈദ്യരെ ഓർത്തുകൊള്ളുക, പ്രത്യാശയില്ലാത്തവരെ പോലെ നീ ദുഃഖിക്കരുത്. നമ്മെ വിട്ട് കടന്നുപോയ വിശുദ്ധന്മാര് ആയിട്ട് ഒന്നിച്ചൊരു പന്തിഭോജനത്തിൽ ഇരിക്കുന്ന സുദിനമുണ്ട്. അതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്ക്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഓടിച്ചോടിച്ച് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. 6 കാര്യമായി ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 2 നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന വിശുദ്ധന്മാരെ പറ്റി നല്ല അറിവുണ്ടായിരിക്കണം. സ്തോത്രം. അവര് കർത്താവിൽ മരിച്ചിരിക്കുക. സ്തോത്രം. ഉയർപ്പിന്റെ പൊൻപുലരിയിൽ നമ്മെ വിട്ട് മൺമറഞ്ഞ അനേകായിരം വിശുദ്ധന്മാർ, കോടി കോടി വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് ഉയർത്തു വരും. നിങ്ങളിത് അറിയാതിരിക്കരുത്. ഞാന് സമയത്തെ ചില സമയം കൂടെ എടുത്തോട്ടെ. ദൈവത്തിന് മഹത്വം. ഒന്ന്, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് ദൈവമക്കൾ. സ്തോത്രം. 2, നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നല്ല ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. വേദപുസ്തകത്തിൽ ഈ നല്ല പ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. യഹോവയുടെ ദാസനാകുന്ന മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. നല്ല പ്രയോഗമാണ്. വചനപ്രകാരം മരിക്കണേ, വചനപ്രകാരം ജീവിക്കണം. ബിലെയാം പറഞ്ഞു, ഭക്തൻ മരിക്കുന്ന പോലെ മരിച്ചാൽ കൊള്ളായിരുന്നു, ചത്തതെങ്ങനെയാ? കാശാന്ന് വെട്ടേറ്റ്. ഭക്തൻ മരിക്കും പോലെ മരിക്കണേ, ഭക്തൻ ജീവിക്കും പോലെ ജീവിക്കണം. വചനപ്രകാരം മരിക്കണമെങ്കിൽ വചനപ്രകാരം ജീവിക്കണം. മോശയെ പറ്റി പറയുക, യഹോവയുടെ ദാസനാകുന്ന മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. നല്ല മരണം. എബ്രായലേഖനത്തിലെ വാക്യം നമുക്കെല്ലാം മനപ്പാടമാ. ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ഹാബേൽ തുടങ്ങിയുള്ള വിശുദ്ധന്മാരെ അങ്ങോട്ട് പൗലോസ് നിരത്തി. ഹാബേൽ, അതുപോലെ ഹേനോക്ക്, മാത്രമല്ല നോഹ, പിന്നെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്, മോശ, ഗിദെയോൻ, യിഫ്താഹ്, ബാരാക്ക്, ശിംശോൻ ആദിയായവർ. വിവരിപ്പ സമയം പോരാ. പറഞ്ഞു വന്നേച്ചു പറ. അവർ വിശ്വാസത്താൽ രാജ്യമടക്കി, വിശ്വാസത്താൽ നീതി നടത്തി, വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു. പറഞ്ഞു വിശ്വാസത്തിൽ മരിച്ചു. നീ വിശ്വാസത്തിൽ ആരംഭിച്ചെങ്കിൽ വിശ്വാസത്തിൽ മരിക്കണം. നല്ല മരണമാണ്. സംഭവം പിന്നീടാണെങ്കിലും ബൈബിളിലെ പ്രയോഗം നല്ലതാ. വെളിപ്പാട് പുസ്തകത്തിൽ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ. ഇങ്ങനെ മരിക്കുന്നവരെ പറ്റി, നിദ്ര പ്രാപിക്കുന്നവരെ പറ്റി അറിവില്ലാതിരിക്കരുത്. ദൈവമക്കൾ അറിവുള്ളവരായിരിക്കണം, പ്രത്യാശയുള്ളവരായിരിക്കണം. ഓടിച്ച് മുമ്പോട്ട് പോട്ട് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. ഒന്ന്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദൈവമക്കൾ ദുഃഖിക്കരുത്. 2, കർത്താവ് നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. നല്ല അറിവുണ്ടായിരിക്കണം.
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. അറിയാൻ മേലെ അറിവുള്ളവരോട് ചോദിക്കണം. അപ്പൊ അവർ വചനത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ നല്ല ധൈര്യത്തോട് ഉറപ്പോട് വരുന്നാൽ ഇങ്ങനെയുള്ള രംഗങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ ആമേൻ വെപ്രാളം കാണിക്കുകയല്ല, ദൈവത്തിന് മഹത്വം, അലമുറ ഇടുകയല്ല, മോഹാലസ്യം കൂടെ വരുത്തുമില്ല, ദൈവത്തിന് മഹത്വം ആട്ടെ. അപ്പൊ 6 കാര്യമാണ് പൗലോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. 2, കർത്താവിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അവിടെ അടുത്തത് ആ കണ്ണികയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മടങ്ങിവരവ് നടക്കാൻ പോവുക. ഒരു മടങ്ങിവരവ്. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കണം. ഏത് മടങ്ങിവരവ്? യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. നാം സേവിക്കുന്ന, നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്ന് മുമ്പേ സൂചിപ്പിച്ചല്ലോ. ഒരിക്കൽ യേശു വന്നു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. വരുത്തിയാച്ചോ അവിടുന്ന് ഇപ്പൊ സ്വർഗത്തിലുണ്ട്. എന്നിട്ടോ ഇനി തിരിച്ചു വരും. ഇപ്പോൾ അവിടുത്തെ സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം പറഞ്ഞാൽ എന്റെ നിന്റെ പക്ഷം പിടിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി വാദിക്കുന്നു. അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്കുമെതിരെ ഒരു അപവാദി അവിടെ ഉണ്ട്. അവൻ ദിനം പ്രതി അപവാദം ചെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുവാൻ അവിടുന്ന് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു അധികം താമസിക്കാതെ വീണ്ടും വരും. അതിന് തെളിവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് പറയാൻ പ്രാഗൽഭ്യമോ അറിവും വിവരവും പരിജ്ഞാനമുള്ള ദൈവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൈവെക്കുന്നില്ല. സ്തോത്രം. എന്തായാലും ഒരു കാര്യം, യേശു വീണ്ടും വരും തിരുസഭയെ ചേർക്കാൻ. അതാണ് നമ്മുടെ പ്രത്യാശ. ഇത് എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതിന് ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്. സ്തോത്രം. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുക. സ്ഥലം ഒരുക്കിയ ഞാൻ അവിടെ ഇരിക്കുവന്നല്ല, തിരിച്ചു വന്ന് ചേർത്തുകൊള്ളും. അതാണ് നമ്മുടെ പ്രത്യാശ. യേശുവിന്റെ വരവിന് ധാരാളം തെളിവുകളുണ്ട്. ഒരു തെളിവ്, ഒത്തിരി ഉള്ളതിൽ ഒരു തെളിവ്, കർത്താവ് തന്നെ ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ, അത് ഭാവികാല സംബന്ധ വിഷയമായിട്ടാണെങ്കിലും കർത്താവ് ഒരു പ്രയോഗം പറഞ്ഞു. നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളമെന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഒരു പ്രയോഗം. അത് ആ 2ാം വരവിന്റെ 2ാം ഘട്ടത്തോട് ബന്ധപ്പെട്ട ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നെങ്കിൽ ഞാനത് ചെറിയ ഒരു വ്യത്യാസത്തോടെ പറയുക. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നോഹയുടെ കാലം പോലെ. എന്തുവാ നോഹയുടെ കാലം? യേശു വരുന്നതിനൊരു തെളിവാ നോഹയുടെ കാലം പോലെ. എന്തുവാ നോഹയുടെ കാലം? നോഹയുടെ കാലത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാവരും ബോധിച്ച പോലെ നടക്കുക. 6:1 ഉൽപ്പത്തി വായിര്. പെട്ടെന്ന് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അത് വ്യാഖ്യാനിക്കുന്നില്ല. പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. മതി. ഞാൻ ഒരു പദമേ ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. എല്ലാരും ബോധിച്ച പോലെ നടക്കുക. യേശുക്രിസ്തുവിന്റെ വരവിന്റെ തെളിവാണ് ബോധിച്ച പോലെ നടക്കുക. ഇപ്പം സഭയ്ക്കകത്താണെങ്കിലും ബോധിച്ച പോലെയല്ലേ നടക്കുന്നേ. ശുശ്രൂഷകന്മാർക്ക് ഒരു കാര്യം തീർത്ത് പറയാനൊക്കത്തില്ലല്ലോ. 2-3 വർഷം അവർ ശുശ്രൂഷിക്കുന്നത്. അത് തന്നെ എത്ര കമ്മിറ്റി കൂടി അവർ പാസ്റ്റർ ഒരു സഭയിലോട്ട് ആക്കുന്നത്. 2 വശമുണ്ട്. ഇവർ കമ്മിറ്റി കൂടി ഒരു 50 സ്ഥലത്ത് വിളിച്ചു ചോദിക്കും പുള്ളി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവർ ചിലർ പറയും തരക്കേടില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ പാസ്റ്റർമാർ നേരത്തെ ട്രാൻസ്ഫർ, എല്ലാവരും അല്ല, ചിലർ അവർ ഒറ്റ നോക്കാൻ പോകും. ഇല്ല, സംഖ്യ 13 പോലെ. 2 വശമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ മിടുക്കന്മാർ പാസ്റ്റർമാരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ആ വണ്ടിയിൽ നിന്റെ സാധനമെല്ലാം ഇങ്ങോട്ട്. അതിന് വേറെ ഇംഗ്ലീഷ് വേടാ പറയുന്നത്. എന്തുവാ? ഞാനത് പറഞ്ഞാൽ തെറ്റിപ്പോകും. വെച്ച് മാറ്റം. അതാണ് എന്റെ ശരി മലയാളം. അത് എനിക്കത് മതി. ഇംഗ്ലീഷ് പറഞ്ഞാൽ ശരിയാകുകയല്ല. വെച്ച് മാറ്റം. സാധാരണക്കാർ ഉപദേശമാർ ഇപ്പോഴും പൈനിയർ വർക്കും മിഷൻ സ്റ്റേഷനും. മിടുക്കന്മാരല്ല, വെച്ച് മാറ്റവും. ഇത് മിക്കവാറും 10 മണി വരെ യോഗം പോകും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ബോധിച്ച പോലെ നടക്കുക.
അതുകൊണ്ട് ദൈവദാസന്മാരെ സഭയിൽ ശുശ്രൂഷിക്കുന്ന ആദരണീയ കർത്തൃദാസന്മാരുണ്ട്. അവർക്കൊരു കാര്യം തീർത്ത് പറയാനോ ഉപദേശം പറയാനൊക്കത്തില്ലല്ലോ. സഭയിൽ ഇപ്പം പറയാനൊക്കത്തില്ല. ഭാര്യമാരാണെങ്കിലും പറയും, നിങ്ങൾ ആവശ്യമില്ലാത്ത ഉപദേശം ഒന്നും പറയണം, നിങ്ങൾ 3 കൊല്ലം നമ്മൾ എങ്ങനെയല്ല നമ്മുടെ പാടേ ഗതി, കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കുക, നിങ്ങൾ അതും ഇതെല്ലാം അന്തും ഇതുമെല്ലാം വിളിച്ച് പറഞ്ഞ അവസാനം ട്രാൻസ്ഫർ എങ്ങാനും കിട്ടി എങ്ങാനും ആര്യങ്കാവിനാന്നേ ഞാൻ വരികയല്ല, നിങ്ങൾ തന്നെ ആര്യങ്കാവിലോ ഉറുകുന്നിലോ പൊക്കോണം, എന്നെ കിട്ടുകയില്ല. അതോർത്ത് ഭാര്യം പറയും, അവളില്ലാതെ ആര്യങ്കാവിലോട്ട് പോയിട്ടും ആൾക്കാർ ചോദിക്കല്ലേ മേരിക്കുട്ടി എന്ത് ചെയ്യുന്നു, എന്നിട്ട് മേരിക്കുട്ടി ഇളമ്പലാന്ന് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അത് പേടിച്ചപ്പോ ഉപദേശം പറയത്തില്ല. അല്ല, ചില സഭയിൽ ഉപദേശം പറയാനൊക്കെ ഉടനെ സെക്രട്ടറി അങ്ങ് എഴുന്നേക്കും. ഇവൻ 2 പേരായി ഒരു നോട്ട് ബുക്കുമായിട്ട് വന്നിങ്ങനെ സെക്രട്ടറി കളിച്ചിരിക്കുക. എല്ലാ സെക്രട്ടറിയുടെയും കാര്യമല്ല. മര്യാദയുള്ള മാന്യന്മാരാകുന്ന സെക്രട്ടറിമാരുണ്ട്, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉടക്കന്മാരും സഭയ്ക്കകത്ത് ഉണ്ട്. കമ്മിറ്റി അഭിഷേകം പോലും പ്രാപിക്കാത്തവനാ കമ്മിറ്റിയില്ല. ഇവന്റെ ഉപ്പാപ്പൻ കയറ്റിയതാ ഇവനെ കമ്മിറ്റി. നിന്റെ കുന്തം, ഇപ്പൊ കുന്തമൊന്നും പറയാൻ മേലാത്തൊരു ഞാൻ നമ്മുടെ ഈ വിഷയത്തിലാ. മനസ്സിലാകുന്നുണ്ടോ? കർത്തൃദാസന്മാർക്ക് ഉപദേശം ശരിക്കും പറയാൻ ഒക്കത്തില്ലല്ലോ. പറഞ്ഞാൽ ഉടനെ കമ്മിറ്റി കൂടും. പാസ്റ്ററുടെ പ്രസംഗത്തിന്റെ സ്തോത്രം. അത് ഈ ഉപദേശം പറയാത്തത് കൊണ്ട്, കർക്കശമായി ഉപദേശിക്കാത്തത് കൊണ്ടും. മലാക്കി പ്രവചനത്തിൽ വായിക്കുന്നത്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് മനസ്സിലാക്കണം. കർത്തൃദാസന്മാർ കർക്കശമായിട്ട് ഉപദേശം പറയണം. പ്രധാനപ്പെട്ട സഭകളിൽ ഞാൻ പറയാനുണ്ട്, നന്നായിട്ട് ഉപദേശം അറിയാവുന്ന ദൈവദാസന്മാരുണ്ട്, പക്ഷെ മിണ്ടാൻ ഒക്കത്തില്ല. പണ്ട് നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, കുറുക്കൻ രാജാവാ പക്ഷെ വെളിയിലിറങ്ങാൻ മേല. കുറുക്കൻ രാജാവാ പക്ഷെ പകല് മനസ്സിലാകുന്നുണ്ടോ? ഉപദേശം പറയാൻ മേല. ഈ ഉപദേശം പറയാത്തത് കൊണ്ട് തന്നെ ബോധിച്ച പോലെ നടക്കുക. നിങ്ങളെ ചില ആരാധനാ സ്ഥലത്ത് ശ്രദ്ധിച്ച് ബോധിച്ച പോലല്ലേ വരുന്നേ. ഇഷ്ടമുള്ളപ്പം വരാം, ഇഷ്ടമുള്ളപ്പം ഇറങ്ങിപ്പോകാം. പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അവിടെ നിന്ന് മൊബൈലിൽ സംസാരിക്കുന്നവന്മാരുണ്ട്. പിന്നെ വിളിക്കും ആരാധന അവിടെ മറ്റേ വണ്ടിയുടെ പിന്നെ പറയാമെന്ന് എൻ്റെ വണ്ടി അവര് 50,000 ചോദിച്ചത്. ഇച്ചിരി താത്ത് പിടിക്കും. യോഗത്തിനിടെ ഇരുന്ന താത്ത് പിടിക്കും. ഇനി കോവിഡ് അല്ല വരേണ്ടത്, വേറെ വല്ല കോടാലിയും വന്ന് നിന്നെയല്ല. ഈ കാര്യം ഉപദേശം എന്ന് പറയട്ടെ, അന്നേരം ട്രാൻസ്ഫർ ആകും. ചർച്ചക്കോടാന്നെ മുളക്കടയിലോട്ട് ഉടനെ കംപ്ലൈന്റ് ചെയ്യും. IPC ആന്നെ കുമ്പനാട്ടോട്ട് കംപ്ലൈന്റ്, AG ആന്നെ പിന്നെ ദൂരെ പോകണ്ട, അങ്ങോട്ട് കയറിയാൽ മതി. അതുകൊണ്ട് ഉപദേശമാരി ഇപ്പൊ ശരിക്കും ഉപദേശം സ്തോത്രം നന്നായിട്ട് ഉപദേശിക്കണം. ഉപദേശിക്കാത്തത് കൊണ്ട് ആ ജനമെല്ലാം ബോധിച്ച പോലെ ആരാധന നിങ്ങൾ ശ്രദ്ധിച്ച ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഒരു വിഷയവുമില്ലല്ലോ. കടുങ്കളറാന്നെ കടുങ്കളർ, വെള്ളയാന്നെ വെള്ള, ചുമലയാന്നെ ചുമല, നീലയാന്നെ നീല, ഇഷ്ടമുള്ളത്. ഭാഷമാരും പറയും എന്താണ് വന്നാ മതി. ഇപ്പൊ പെണ്ണുങ്ങളെ കണ്ടില്ലേ, തലയെ തുണി ഇടണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ അല്ലേ. അമ്മാമയ്ക്ക് തലയെ തുണി ഇടണമെങ്കിൽ ഇടാ, ഇല്ലെങ്കിൽ ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ, തെറ്റിയോ പറ, തെറ്റിയോ? അതാണോ സഭ? കൈകടിക്കണേ എന്നാടാ നിന്റെ തപ കമ്പത്തിന്ന് പോലെ അടിച്ചു കയറ്റി വെച്ചാൽ. ഉപദേശം പറയണം, കർക്കശം. 2 എണ്ണം ഉള്ളതിൽ മതിയെന്നേ. ഒരു വെള്ളം കുടിച്ചെല്ലാം ചത്തപ്പോ ആകെ രക്ഷപ്പെട്ടത് 8 എണ്ണമാ. ആകെ രക്ഷപ്പെട്ടത് 8 8. ആ പെട്ടകത്തിൽ അല്പജനം എന്ത് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂട്ടി രക്ഷ പ്രാപിച്ചു. സ്നാനത്ത് ബാക്കി മുഴുവൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരോടും ദൈവമക്കളോടും പറയട്ടെ, അവൻ കാലം സമീപിച്ചിരിക്കുക, യേശു വരാറായി. ഇനി ഉഴപ്പി സംസാരിക്കരുത്.
കാര്യങ്ങൾ തീർത്ത് പറയണം. നിന്റെ പിള്ളേരുടെ അത് ദൈവം നടത്തിക്കോളും, പെമ്പിളയുടെ കാര്യം ദൈവം നടത്തിക്കോളും, നിന്റെ കാര്യം ദൈവം നടത്തിക്കോളും. വിളിച്ചത് ദൈവമാണെങ്കിൽ നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. ചിലപ്പോൾ സെക്രട്ടറിയും ട്രഷറും കൂടെ കമ്മിറ്റി കൂടി വെച്ച് പറയും, ഈ പ്രാവശ്യം നമുക്ക് സാലറിയും കൊടുക്കണ്ട, ദേശാംശം കൊടുക്കണ്ട, പോടാ നിന്റെ കൂലറി. പാവം പിടിച്ച ദൈവദാസന്മാർക്ക് നിന്റെ കൂലറിയും കൊടുത്തയച്ച അവരെ ഇട്ട് കുഴയ്ക്കുക, ഉപദേശവും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജനമെല്ലാം ബോധിച്ച പോലെ നടക്കുക. ബോധിച്ച പോലെ കല്യാണം, പെന്തിക്കോസുകാരുടെ കല്യാണം ബോധിച്ച പോലെ ഒക്കത്തില്ല. പാസ്റ്റർമാരെ പറഞ്ഞ എടുത്ത് പെരുക്കും, നീ വരണം. പിന്നെ അങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്നെ വിളിച്ചാൽ മതി. ഞാൻ സ്തോത്രം, ഉപദേശം തരും പറയണം. ബോധിച്ച പോലെ വരുന്ന, ബോധിച്ച പോലെ ഇരിക്കുന്ന നല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് ക്രമമുണ്ട്, ക്രമീകരണമുണ്ട്, ചിട്ടയുണ്ട്, നിഷ്ഠയുണ്ട്, വ്യവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവ്. ഇങ്ങനെ ബോധിച്ച് ഒന്നുകൂടെ വാക്യം വായിച്ച അല്ല മടക്കി വെച്ചോ, വായിരേ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് വല്ലാത്ത കണ്ണ അതാ കണ്ടിട്ട് നല്ല കാഴ്ചയൊന്നുമല്ല. തങ്ങൾക്ക് ബോധിച്ച ഏവരെയും തങ്ങൾക്ക് ദൈവത്തിന് ബോധിച്ച പോലല്ലെന്നും അവനവന് ബോധിച്ച പോലെ, ദൈവത്തിന് ബോധിച്ച പോലെ ജീവിക്കണം. സ്തോത്രം, ബോധിച്ച പോലെ നടക്കുക. സഭയിലും അങ്ങനല്ലേ ഇപ്പം, ബോധിച്ച പോലെ. ഞാൻ ആ ഭാഗമെല്ലാം ഒന്നും വിവരിക്കുന്നില്ല. സ്തോത്രം. നോഹയുടെ കാലത്ത് ഒരു പ്രത്യേകത. നോഹയുടെ കാലം നിങ്ങൾ 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത്, 4-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. ആ ചെറിയ കണ്ണിയുണ്ടല്ലോ, 5-ന്റെ നേരെ മേളിൽ ഒരു ചെറിയ കണ്ണിയുണ്ട്. ആ കണ്ണിക വായിച്ചേ. ആദാമും തന്റെ ഭാര്യയും കൂടെ പിന്നെയും ഒന്നിച്ച് ജീവിച്ചവർക്ക് മകനുണ്ടായി, ശേത്ത്. കയ്യൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്ത വാക്യം. തുടങ്ങി ആരാധന, തുടങ്ങി. നല്ലതാ, ആരാധന തുടങ്ങട്ടെ. നോഹയുടെ കാലമാ ആരാധന തുടങ്ങി. ആ കാലം മൊത്തം പഠിച്ചാൽ അങ്ങനെ വർഷങ്ങൾ ആൾക്കാർ ജീവിക്കുന്നതുകൊണ്ട് മൊത്തത്തിലാ കണക്ക്. ഏനോശിന്റെ കാലത്ത് നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഭയങ്കര ആരാധനയാ, എല്ലായിടത്തും ആരാധന, വർഷിപ്പ്. നല്ല കാര്യം. ഈ ആരാധന ശക്തമാ. അപ്പൊ തന്നെ ഈ ആരാധനയുടെ ടൈമിലേ ഉള്ളു ഇവര്. അത് കഴിയുമ്പോഴോ സ്റ്റേജ് കാണുമ്പോൾ പാസ്റ്റർ വെള്ള ജിപ്പ് അല്ലെ വെള്ള ഷർട്ട്, നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ പാസ്റ്റർ നോക്കിയപ്പോ കാച്ചട്ട ഇട്ടുകൊണ്ട് നടക്കുന്നു. മനസ്സിലാകുന്നില്ല. മനസ്സിലാകാഴി ഒന്നുമല്ല, നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് എന്നെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആക്കുക എന്ന് എനിക്കറിയാം. അല്ലാതെ അറിയാൻ പാടില്ലായിട്ടൊന്നുമല്ല. സൺഡേൽ സ്റ്റേജിൽ നിൽക്കുന്ന പാസ്റ്റർ അല്ലല്ലോ മണ്ടേൽ ടൗണിൽ നിൽക്കുന്നത്. ബോധിച്ച പോലല്ലേ? ആര് ചോദിക്കാനാ? ആരോട് പറയാനാ? വസ്ത്രം മാത്രമല്ല, സ്തോത്രം. ഞാൻ ഉദാഹരണം അങ്ങ് പറഞ്ഞത്. ആരാധന തുടങ്ങി, ഭയങ്കര ആരാധന, ഭയങ്കര കൂട്ടായ്മ, യോഗം. നല്ലത്. ബോർഡ് ഒക്കെ എഴുതി പ്രൈസ് ആൻഡ് വർഷിപ്പ്, പവർ കോൺഫറൻസ്, അപ്പുറം ഫയർ മീറ്റിംഗ്, അപ്പുറം അഗ്നിമഴ, അതിനപ്പുറം തീമഴ, അപ്പുറം ഒരു ബോർഡ് ബുനാമീസ്. എല്ലാം നല്ല കാര്യം, എതിർക്കുന്നില്ല. പക്ഷെ ഇത് കഴിയുമ്പോൾ ബോധിച്ച പോലെ നടക്കുക, ബോധിച്ച പോലെ നടക്കുന്നു. നടക്കുന്ന അണ്ട് ഒരുത്തൻ 2 ഭാര്യയായിട്ട് നടക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 19 വായിച്ചേ, പെട്ടെന്ന് വായിക്കേ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. മതി, എന്തിനാ ഒത്തിരി എടുക്കുന്നത്? ലാമേക്ക് 2 ഭാര്യമാരെ. ഉറക്കെ വായിച്ചേ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. പണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോ മുന്നിൽ ഇരുന്നൊരു കൊച്ചൻ എന്നോട് ചോദിക്കും, അവൻ ആരും കേട്ടില്ല, അവൻ ചോദിക്കും എടുത്തോന്ന്. അവൻ ഫ്രണ്ടിലിരുന്ന് എന്നോടാ ചോദിച്ചേ, ലാമക്ക് 2 ഭാര്യമാര് എടുത്തെന്ന് ഞാൻ പ്രസംഗിച്ചപ്പം 8 വയസ്സ് കാണാം. അവൻ എന്നോടിക്കാം. പിന്നെ അവൻ ചെറുപ്പമായതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായത്. ഞാൻ പറഞ്ഞു, മോനെ എടുത്തെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ 2 കൂടെ എടുത്തെന്നല്ല, ഇവൻ 2 സ്ത്രീകളെ വിവാഹം ചെയ്തെന്ന. ഉടനെ അവൻ പറയും,
അവനിത് ക്ലിയർ ആക്കി കൊടുക്കണം. ബോധിച്ച പോലെ നടക്കുക. ലാമക്ക് 2 ഭാര്യമാരെ വിവാഹം ചെയ്തു, ഇടത്തും വലത്തും, ആദേ സില്ലയും. എന്നിട്ട് ഇവരോട് ഭയങ്കര വീരകൃത്യം പഠിക്കുക. ആദ്യം സില്ലയുമായി ഉള്ളൂരി എന്റെ വേദപഠിതാക്കൾ ചെല്ലു പറയുന്നത്, യവൻ അതിലെ എങ്ങാണ്ടി എന്നെല്ലാം തല്ലും അടിയും പിടിയെല്ലാം ഉണ്ടായി ഒരുത്തനെ അങ്ങ് കൊന്നു. സ്തോത്രം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നിട്ട് ഇവൻ പെണ്ണുങ്ങളോട് വന്ന് വീരവാഹം അടിക്കുക, വഴിവിട്ട് നടക്കുക. ആദയും സില്ലയും ആയുള്ളവര്. ലാമക്ക് 2 ഭാര്യമാരെ എടുത്ത് ജീവിക്കുന്നൊരുത്തൻ. മാത്രമല്ല ബോധിച്ച പോലെ, ഇതൊക്കെ നോഹയുടെ കാലത്ത് നടക്കുന്ന കാര്യമാണ്. സ്തോത്രം, സ്തോത്രം. പിന്നെ ഭൗതികവാദം. ഭൗതികവാദമാണ്. കാരണം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവിടെ കയ്യിന്റെ മകൻ ഒരു ഹാനോക്കുണ്ട്. ആ കയ്യിന്റെ മകനാകുന്ന ഹാനോക്ക് ആ കയ്യിനൊരു പട്ടണം പണിതു. അവന്റെ മകന്റെ പേര് ഹാനോക്ക്. വായിച്ചേ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിച്ചേ. അങ്ങനെ കയ്യിനെ യഹോവയുടെ സന്നിധിയിൽ വിട്ട് പുറത്ത് ഏതിന് കിഴക്ക് നോർ ദേശത്ത് നിന്ന് പാർത്ത് കയ്യിന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു, ഹാനോക്കിന്റെ പേരിട്ടു. അടുത്ത വാക്യം. അവനൊരു പട്ടണം, ഭൗതികവാദമാ, പട്ടണം പണിയ, പട്ടണം. അവനൊരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. എങ്ങനെയുണ്ട്? പട്ടണം പണി, സഭ പണിയല്ല, പട്ടണം പണിയ അല്ല, ഭൗതികവാദം. യേശു വരാറായി. ഭൗതിക, നിങ്ങൾ നോക്കിയാൽ മുഴുവൻ ബിൽഡിംഗ് പണിയല്ലേ, മുഴുവൻ പണിയല്ലേ. കാശുള്ള ബന്ധുക്കോസുകാർ പഴയ വാടി ഇടിച്ച് നിരത്തി വീണ്ടും പണിയ. യേശു വരാറായി. 4 ബെഡ്റൂമും അതിന്റെ ചുറ്റുപാടും എല്ലാം ഉള്ള നല്ല വീടാ, വാർത്തതാ. ഇപ്പൊ പിള്ളേർ കാശ് അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും വിട്ടപ്പോ പിള്ളേർക്ക് ഒരു സ്റ്റാൻഡേർഡ് കുറവ്. ഒന്ന് ഇവിടെ നിന്ന് പറഞ്ഞ് അടിച്ച് നിരത്തി വെച്ച് നമുക്ക് പുതിയ വീട് പണിയണം. നിലവിലുള്ള വീടിന് ഒരു കുഴപ്പം, അത് പൊട്ടിക്കീറുകയോ ചോർന്നൊലിക്കുകയോ ഒക്കെ ആണെങ്കിലോ ഒക്കെ ന്യായമാണ്. അല്ലെ ഒന്ന് ഇരുത്തി അല്ലെ എന്തെങ്കിലും അപാകത വന്ന് അത് ന്യായമാണ്. ഒരു കുഴപ്പവും ഇല്ല. കാശ് കടന്ന് ഇങ്ങനെ കുത്തിയിട്ട്, മനസ്സിലാകുന്നുണ്ടോ? ഭൗതികവാദം. 2 സ്ത്രീകളുമായിട്ട് ഒരുത്തൻ ജീവിക്കുന്നു, വഴി പിഴച്ച് ജീവിക്കുന്നു, ബോധിച്ച പോലെ നടക്കുന്നു. ഈ 2 സ്ത്രീകൾക്ക് 4 പിള്ളേരുണ്ടായി. യൂബാല് തൂബൽ കയ്യൻ പെങ്ങൾ നയം. വായിച്ചെടുത്ത വാക്യം. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ അല്ലല്ല, 4-ാം അധ്യായത്തിന്റെ 19 താഴോട്ടുള്ള വാക്യം. ലാമക്ക് 2 ഭാര്യമാരെടുത്തു, ഒരുത്തിക്ക് ആദ എന്നും മറ്റവർക്ക് സില്ല എന്നും പേര്. അടുത്ത വാക്യം. യാബാലിനെ പ്രസവിച്ചു. യാബാൽ അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും എന്ന് പറയും. ഒറ്റ വാക്ക് പറഞ്ഞ ഇവൻ ടെന്റ് മേക്കറാ. ഇവൻ ടെന്റ് അടിച്ചാ യോഗം നടത്തുന്നത്. ടെന്റ് അടിച്ച് കോട്ടയത്ത് ഒരു ടെന്റ്, കൊട്ടാരക്കര ഒരു ടെന്റിന്, പുനലൂർ ഒരു ടെന്റ്, ചെല്ലുന്നിടത്തല്ല ടെന്റ് അടിക്കുക. ആൾക്കാർ ഇഷ്ടം പോലെ വന്ന് കയറുക. ടെന്റ് മേക്കറാ. നമുക്കാണ് 60 അടി നീളോ 30 അടി വീതിക്ക് ഒരു പഴയ കോള്, ചാത്തം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു അപ്പനും, ഒരു വശം പൊട്ടിയൊരു തമ്പ് കയറും. നമ്മളിരുന്ന് പാടുക, തീ കത്തിക്കുക, ഈ തള്ള കത്തുകയില്ല, ഇങ്ങേരോട്ട് ഗുണമാകുകയില്ല. അന്നേരം അപ്പുറം അവൻ ടെന്റ് അടിച്ച് ആള് കണ്ടവാനെ ഇളകി. ടെന്റ് മേക്കർ. അല്ല, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും. ഇവന്റെ ബ്രദർ യൂബാൽ, വൈര് അവന്റെ സഹോദരന് യൂബാൽ എന്ന് എല്ലാം നല്ല ചേർച്ചയുള്ള പേരാ. യൂബാൽ നല്ല പ്രാസം ഒപ്പിച്ച അതിൽ പേരിട്ടത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പേരിടുമ്പോ ഓർത്തോണം യേശു വരാറായി. മനസ്സിലാകുന്നുണ്ടോ? ചെല്ലിങ്ങനെ നെറ്റിൽ തപ്പി ഊപ്പാട് വരിക. പ്രഗ്നന്റ് ആയ അന്ന് മുതൽ ഇവൻ പേര് തപ്പുക. ഭാര്യ മാപ്പിളം പെമ്മളും കൊണ്ട് തപ്പി 1 മാസം ആയുള്ളൂ തപ്പുക. ഞാനതിന് എതിരൊന്നുമല്ല, തപ്പിക്കോ, പക്ഷെ പേര് പോലെ ആയിരിക്കണം. പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. യൂബാലിന്റെ പ്രത്യേകത, യൂബാൽ അവൻ കിന്നരവും വേണവും ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യും. യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. ഞാൻ സംഗീത ശുശ്രൂഷയ്ക്കെതിരല്ല, ഞാനതിൽ ബഹുമാനിക്കുന്ന ആളാ. എല്ലാ വാദ്യ ഉപകരണങ്ങളും വേണമെന്ന് ശഠിക്കുന്ന ആളാ ഞാൻ. എല്ലാ ഉപകരണങ്ങളും വേണം. പക്ഷേ ചില ഇടങ്ങളിൽ നമ്മൾ ശുശ്രൂഷയ്ക്ക് ആരാധനയ്ക്ക് ചെന്ന് പാട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ച്, ഏത് പാട്ടാന്ന് പോലും നമുക്കറിയത്തില്ല. ഇതെല്ലാം കൂടെ വെച്ച് അങ്ങോട്ട് അടിച്ച് പെരുക്കി നമ്മളിങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കണം.
ഏത് പാട്ടാ, ഏത് വരിയാ അവര്? അപ്പൊ അതിനിപ്പം പോംവഴി കണ്ടുപിടിച്ചു. പാട്ട് തിട്ടമില്ലാത്തതുകൊണ്ട് ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ സംഗീത ശുശ്രൂഷകരുടെ വ്യവസ്ഥ പറയാം. സകല വാദ്യ ഉപകരണങ്ങളും പാട്ടിന്റെ കീഴിൽ നിൽക്കണം. പാട്ടിന്റെ കീഴിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ വരികളും പദങ്ങളും പ്രധാന പദങ്ങളും, ചില പാട്ടിലൊക്കെ സാഹിത്യമുണ്ടല്ലോ, അത് നന്നായിട്ട് മനസ്സിലാകണം, കേട്ട് ഗ്രഹിക്കണം. ഇത് വാദ്യോപകരണങ്ങളെല്ലാം കൂടെ ഓളിയം അങ്ങോട്ട് കൂട്ടി ആട്ടിച്ച് പെരുക്കി ഏത് പാട്ടാന്ന് പോലും നമുക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് പെന്തിക്കോസുകാർക്ക് ഒന്നേ തെറ്റുമില്ല, മറന്നു പോകില്ല, അറിയത്തില്ല. ഉടനെ ആത്മാവിൽ നിറഞ്ഞു. ഉടനെ മെയിൻ ആള് വന്നപ്പോൾ സാന്നിധ്യമാണ്. അതാണ് അതിന്റെ ക്രമം. വേദപുസ്തകത്തിന്റെ ക്രമം പറയാ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പി നടന്നു, തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇന്ന് നേരെ തിരിച്ച. സംഗീതക്കാർ പുറകെ നടക്കുക, വീണക്കാര് ഫ്രണ്ട് നിൽക്കുക, തപ്പ് കൊട്ടുന്ന പെണ്ണുങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട്. ഏത് പാട്ടാ ആരാ പാടുന്നെന്ന് പോലും അറിയാൻ മേല. എനിക്ക് പാടാൻ കൃപയൊന്നുമില്ല, എൻ്റെ സ്വരം നല്ലതല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾക്ക് ചൊവ്വിനറിയാം. ഇന്നാളൊരു തള്ള എന്നോട് ശിവപാസോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുകൂടെ കടന്ന് കാറുന്ന എന്തിനാന്ന്? പാടുന്ന നല്ലവര് പറഞ്ഞേ, എന്തിനാ ഈ രണ്ടുപേരുടെ കടന്ന്? അത് ഞങ്ങൾക്കും അറിയാം. പക്ഷേ കാറ് ഞാനും അംഗീകരിക്കുന്നത്, പക്ഷെ അതിൻ്റെ വരി, പദം, പ്രയോഗം അകത്ത് ചിന്തിച്ച് ധ്യാനിച്ച് വേണം പാടാൻ. സ്തോത്രം. ഇപ്പൊ അത് ഏത് പാട്ടാന്ന് പോലും നമുക്ക് അറിയത്തില്ല, കേൾപ്പിക്കുന്നില്ലല്ലോ. അടിച്ച് പേടിക്ക് അങ്ങോട്ട് ഓളിവെല്ലാം അങ്ങോട്ട് വെച്ച് മൂപ്പിച്ചടിച്ച് പിള്ളേരുടെ പാച്ചപ്പോൾ എന്തുവാന്ന് എന്നോ അയ്യോ കിടന്നങ്ങ അലമ്പ. അതുകൊണ്ട് ചിലര് അതെല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. വ്യവസ്ഥയുണ്ടെന്ന്. ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടി ലക്ഷണമാണ്. ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ പോവുക, അധികം പറയുന്നില്ല. ആവശ്യമുള്ളതൊക്കെ ആയെന്ന് എനിക്കും ബോധ്യമുണ്ട്. സ്തോത്രം. ഒന്ന്, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. രണ്ട്, കർത്താവ് നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. മൂന്ന്, ഒരു മടങ്ങിവരവ് നടക്കാൻ പോവുക. അത് മറ്റാരുമല്ല, യേശു വീണ്ടും വരും. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കുക. 4, ഒരു ഉയർപ്പ് നടക്കാൻ പോവുക. മുമ്പേ ഓർപ്പിച്ചല്ലോ, ആമേൻ. ഉയർപ്പ് നടക്കാൻ പോകുക. അതിന്റെ ലക്ഷണങ്ങൾ കണ്ട് യേശു വീണ്ടും വരും. കാഹളം അങ്ങോട്ട് ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം അങ്ങോട്ട് ഉയർക്കും. അവർക്ക് ആ മുൻഗണന. ഒരു ഉയർപ്പ് നടക്കും. എല്ലാവരും ഉയർക്കത്തില്ല കാഹളം ധ്വനിക്കുമ്പോൾ. കർത്താവിൽ നിന്ന് പ്രാപിച്ച വിശുദ്ധന്മാർ കാഹളം ധ്വനിക്കൽ ഉയർത്ത് വരും. അവർ തേജസ്സിന്റെ ശരീരം പ്രാപിക്കും. ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്താൻ വിവരിക്കുന്നില്ല. ആമൻ. 5, ഒരു രൂപാന്തരം നടക്കും. അത് ജീവനോടെ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് വേർപാടോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാർ അവൻ മരിക്കുന്നതിന് മുമ്പ് യേശു വരികയാണെങ്കിൽ ആ നിൽക്കുന്ന നിപ്പിൽ അവർ രൂപാന്തരപ്പെടും. കണ്ണ് വെക്കുന്നതിനിടയില കണ്ണ് വെക്കുന്ന ഒരു വേദ പഠിതാവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഒരു സെക്കൻഡിൽ നോടി നേരം, ഒരു സെക്കൻഡിനെ 8 പകുത്താൽ അതിന്റെ ഒരു ഭാഗത്തിന് എന്തോ സമയ ദൈർഘ്യം വരും. അതിലും ലോപിച്ച രൂപാന്തരം നടക്കുന്നു. സ്തോത്രം, സ്തോത്രം. സാറ് പാടിയ ഒരു പാട്ടുണ്ട്, മരിച്ചവർ ഉയർത്തു വരും, ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം. സ്തോത്രം. അത് സാറ് കൊടുത്തിരിക്കുന്നതിന്റെ പ്രയോഗം ഇങ്ങനെ: പുതിഗന്ധം നിറയുമീ, പുതിഗന്ധം നിറയുമീ ദേഹം തകർത്തിടുമേ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. അപ്പൊ ഭൂതികം നിറയുന്ന ഈ ദേഹം അങ്ങ് തകരും.
ഭൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നതാ, ഇല്ലേ? ഇത് ദുർഗന്ധം വരുത്തുന്നതാ. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാ, ഒത്തിരി വേച്ചുകെട്ട് വന്നും ഈ ദേഹത്ത് കൊടുക്കണ്ട. ശുചിത്വം ഉണ്ടായിരിക്കണം, യോഗ്യമായിട്ടും വൃത്തിയായിട്ടും ഈ ശരീരം കാക്കണം. ഇതിനെ നശിപ്പിക്കരുത്, നശിപ്പിക്കുന്ന യാതൊരു പ്രവർത്തിയിലും ഏർപ്പെടരുത്. ഇത് പവിത്രമായിട്ട് കാക്കണം. പക്ഷേ ആവശ്യമില്ലാത്ത വേച്ചുകെട്ട് ഒന്നും കൊടുക്കരുത്. ഇത് ഭൂതിഗന്ധം വരുത്തുന്ന ശരീരമാണ്. ഭൂതിഗന്ധം പറയുന്ന ദുർഗന്ധം. മരിച്ചേ 2 ദിവസം അടക്കാതെ മോർച്ചറി വെക്കാതെ ചുമ്മാ ഒന്ന് വെച്ചേ, നടപടിയുള്ള കേസല്ല. അപ്പൊ ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. ഈ ഭൂതിഗന്ധം ഉണ്ടാക്കുന്ന ശരീരം അങ്ങ് തകരും. എന്നിട്ടോ സാറ് കൊടുത്ത അടുത്ത ലൈനുണ്ട്, പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും, മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും, മംഗളം. അപ്പോൾ ഈ ദുർഗന്ധമുള്ള ശരീരം മാറി ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന് വിഷമുള്ള പാപം, പാപത്തിന് ശക്തിയോ ന്യായപ്രമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. പക്ഷെ ഒരുവൻ മരിച്ചവൻ ഏതുവിധം ശരീരത്തോടെ വരുമെന്നും ജീവിക്കുമെന്ന് ചോദിക്കുന്ന മൂഢ, നീ ഇവരൊക്കെ സത്തില്ലെങ്കിൽ തനിയായിരിക്കുന്നു. നീ ഇവരൊക്കെ ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളെത്ര ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വരെ, കന്നുകാലികളുടെ മാംസം വരെ, മത്സ്യങ്ങളുടെ മാംസം വരെ, മൃഗങ്ങളുടെ മാംസം വരെ. ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കേ. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, നിദ്ര പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്, വചനം കൊണ്ട് ആശ്വസിച്ചോണം. 2, കർത്താവിൽ നിദ്ര പ്രാപിച്ചവർക്ക് അറിവില്ലാതിരിക്കരുത്, വചനം കൊണ്ട് ആശ്വസിച്ചോണം. 3, യേശു വീണ്ടും മടങ്ങി വരും. 4, ഒരു ഉയർപ്പ് നടക്കാൻ പോവുക. 5, ഒരു രൂപാന്തരം നടക്കാൻ പോവുക. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുക. 6ാമത്തെ കാര്യം, ഒരു സമാഗമ സമ്മേളനം നടക്കാൻ പോവുക. അത് മറ്റൊന്നുമല്ല, കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുകയും. സങ്കീർത്തനക്കാരന്റെ ഭാഷയ്ക്ക് പറഞ്ഞ ഉഷസ്സിന്റെ കുതിരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരികയും ജീവനോടിരിക്കുന്ന കോടിക്കണക്കിന് വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് 2 കൂട്ടരും ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. പൗലോസ് പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. നമ്മുടെ പ്രത്യാശ ശ്രേഷ്ഠമേറിയ പ്രത്യാശയാ, ഇത് ഭാഗ്യകരമായ പ്രത്യാശയാ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു പടിക പാട്ടിന്റെ 2 വരി നമുക്കൊന്നും ചെയ്യാറ്, എല്ലാവരും ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് കിടുമേ. സത്യവചനം കേട്ടു നീ, നിത്യജീവൻ നിനക്ക് കിടുമേ. നിൻപേരും ജീവ പുസ്തകം എഴുതിടുമേ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത ബലഹീനമോ, തീരാത്ത പാപവ്യാധിയെയും
അടിപ്പിണരാൽ ഘോര കുരിശിൽ വന്നു നിന്നെ സൗഖ്യമാക്കി അടിപ്പിണരാൽ വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഒന്ന്, ആമേൻ, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. 2, നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. 3, യേശു മടങ്ങി വരും. 4, ആമേൻ, വിശുദ്ധന്മാർ ഉയർത്തു വരും. 5, ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം ഉണ്ടാകും. 6, ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. കർത്താവ് സഹായിക്കട്ടെ. യേശു ഏകരക്ഷകൻ, യേശു മാത്രം ദൈവം, യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. അത് കരസ്ഥമാക്കുവാൻ ദൈവമേവർക്കും കൃപ നൽകട്ടെ. ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസനും കൂട്ടുവേലക്കാർക്കും ഈ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുന്ന ബഹുമാന്യരായ എല്ലാ കർത്തദാസന്മാർക്കും ഗായക സംഘത്തിനും എല്ലാവർക്കും നന്ദി. എല്ലാത്തിനുപരി കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരപേക്ഷ, ദൈവത്തിന്റെ വലിയ കൃപയും അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് ഈ സമയം വരെ എളിയവൻ ഇവിടെ ആയിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എപ്പോഴും ഒക്കത്തില്ലെന്നറിയെങ്കിലും ഓർക്കുന്ന സമയത്ത് എളിയവനെയും കുടുംബത്തെയും വിശേഷിച്ച് ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.